ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോഴേ രാവിലെ തന്നെ കണ്ടോ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. അങ്ങനെ കണ്ട് ചിക്കൻ കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. ചിക്കൻ അങ്ങനെ വേണ്ടിയിട്ടുള്ള സവാളയും ഉള്ളിയും തക്കാളിയും ഇപ്പം സെറ്റാക്കി. അപ്പോൾ ദോശ ചുട്ട് വയ്ക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി. അങ്ങനെ അതെല്ലാം കൂടി വഴണ്ട് വന്നപ്പോഴും നമ്മുടെ മസാലയൊക്കെ ഒന്ന് പുരട്ടി നല്ല സെറ്റാക്കി നമ്മൾ എന്ത് ചെയ്തു, ആ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു മസാല സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും. എന്നിട്ട് അത് ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് തന്നെ ഓൾറെഡി കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് ഒന്നുകൂടി ഇച്ചിരി കൂടി ചൂട് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു ഗൈസ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അതാ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായതിന് ശേഷം പാത്രം വെച്ച് അടച്ച് വെച്ചു. പിന്നീട് ഞാൻ ഷോപ്പിലോട്ട് പോകാനായിട്ട് ഇപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് ദോശയും കരളും കൂടി എടുത്ത് കാപ്പി കുടിച്ചു ഗൈസ്. കരൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചിക്കൻ്റെ കരളും. രാവിലെ ദോശയും കറിയും കൂടി കഴിച്ചു. പിന്നെ ഞാൻ നമ്മുടെ ഷോപ്പിലോട്ട് പോകാൻ റെഡിയായി ഇറങ്ങി. സ്കൂട്ടിയൊക്കെ എടുത്ത് വന്നു. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് എന്നെ വിളിക്കാൻ വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു പുറത്ത്. വന്ന് നിൽക്കുകയാണ്, ഇറങ്ങി നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നല്ല ഒരു സ്ഥലമുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എന്നും പറയുക സമയം കിട്ടുമ്പോഴത്തേക്കും ഒന്ന് വീഡിയോ എടുക്കണേന്ന്. അപ്പോൾ ഇതാണ് ഗൈസ് ആ ഒരു സ്ഥലം, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ് നീ ധൈര്യമായിട്ട് വന്നിട്ട് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന്. അത് നമ്മൾ പോകുമ്പോൾ തന്നെയാണ്, വഴിയിലൂടെ തന്നെയാണ് കാണുന്നത്. നല്ലൊരു വയലാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ് ഈ ഒരു സ്ഥലം. അങ്ങനെ വീണ്ടും വിളിക്കുകയാണ്, വാ അങ്ങോട്ട് വാ, നടന്നു വാ, നമുക്കത് നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് ശരി അങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ് കേട്ടോ. എനിക്ക് നല്ല പേടിയാവുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാം. അപ്പോൾ പറഞ്ഞു വേണ്ട, നമുക്കത് ഇച്ചിരി കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നീ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടടിക്കും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കുറേ ഓർമ്മകൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. കാര്യം വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഗൈസ്. പിന്നെ ഇങ്ങനെ തിട്ട കെട്ടിയിട്ടിട്ടുണ്ട്, അവിടെ നിന്ന് കഴിയുകയും കുളിക്കുകയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ നിന്നതിന് ശേഷം പിന്നീട് ഇന്ന് നെയ്ച്ചോറും കോഴി ഇറച്ചിക്കറിയും സാലഡും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഗൈസ്, നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ നെയ്ച്ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ വയ്ക്കുന്നതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, നമ്മുടെ ബിരിയാണിയെ കാട്ടിയിട്ട് ടേസ്റ്റായിരുന്നു. അങ്ങനെ നെയ്ച്ചോറ് എടുത്ത് വെച്ച് കുറച്ച് ചിക്കൻ കറിയും കൂടി ഇങ്ങോട്ട് എടുത്ത് വെച്ച് എന്നിട്ട് നമ്മളതിൻ്റെ അകത്ത് ഒഴിച്ചു കേട്ടോ. ഒഴിച്ചതിന് ശേഷം ഇച്ചിരി സാലഡും എടുത്ത് വെച്ചിട്ട് നമ്മളിതെല്ലാം കൂടി സെറ്റാക്കി എടുത്തു. അതായത് ചോറിത്തിരി എടുത്തു, കറി എടുത്തു, പിന്നെ അതുപോലെ തന്നെ പപ്പടം ഇച്ചിരി പൊടിച്ചെടുത്തതിന് ശേഷം പപ്പടം അങ്ങോട്ട് വരുന്നില്ല. പപ്പടം പൊടിച്ചെടുത്തതിന് ശേഷം സാലഡും കൂടി കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു ഗൈസ്. അതായിരുന്നു ഇന്നത്തെ ഉച്ചവരെയുള്ള വ്ളോഗ്.